പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. പൂർണ്ണമായ പിന്തുണ ഉണ്ടായി. ഞങ്ങൾ കുടുംബത്തോടൊപ്പം നിൽക്കും. കാരണം ഈ നാടിലെ ആ കുടുംബത്തിന്റെ മാത്രമല്ല ഇത് ഈ നാട്ടിലെ മുഴുവൻ രക്ഷകർത്താക്കളുടെയും ഭീതിയിൽ നിന്നും ഭയത്തിൽ നിന്നും അവരുടെ ഉത്കണ്ഠയിൽ നിന്നുമാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കുടുംബത്തോടൊപ്പം നിൽക്കും. നാട്ടിലെ രക്ഷകർത്താക്കളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. ഈ വിഷയത്തിൽ ഇപ്പോൾ കാണിക്കുന്നത് വലിയ തെറ്റാണ്. അല്ല, തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തുടക്കം മുതലേ ഉണ്ട്. അപ്പോൾ CBI വരാൻ നിർബന്ധിതമായി CBI അന്വേഷണത്തിൽ ഏർപ്പെടുത്താൻ സർക്കാർ നിർബന്ധിതമായി തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നതുകൊണ്ടാണ് ഭയന്നിട്ടാണ് സർക്കാർ ഈ സമരങ്ങളെ ഭയന്നിട്ട് കൂടിയാണ് ഈ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അപ്പോൾ എന്നിട്ട് CBI അന്വേഷണം വൈകിപ്പിക്കാനും ആ സമയത്ത് തെളിവുകൾ നശിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ കേസിൽ ആദ്യം മുതലേ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. കൊന്നു കെട്ടിത്തൂക്കിയവർ തന്നെയാണ് അഴിച്ച ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അപ്പം തൊട്ടിത് ശ്രമം നടക്കുന്നതാണ്. അത് ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണും. ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാവില്ല. അതാണ് വിഷയങ്ങൾ മാറുമ്പോൾ അവരെയൊന്നും ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല. കാരണം ഈ സംഭവം ഉണ്ടായതിന് ശേഷം വീണ്ടും കൊയിലാണ്ടിയിൽ ഒരു സംഭവം ഉണ്ടായി ഇല്ലേ? കൊയിലാണ്ടിയിൽ അമൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഒരു ഇടിമുറിയാണ് സാധാരണ. അവിടെ ഒരു വീട് തന്നെ എടുത്തിട്ടേക്കാണ് പിള്ളേരെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടിയിട്ട് കൊയിലാണ്ടി കോളേജിൽ. അതിനുശേഷം തിരുവനന്തപുരത്തെ സർവകലാശാല യുവജനോത്സവമായി നടന്ന എത്ര വൃത്തികേടുകളാണ്. ഒരു 51 വയസ്സുകാരനായ ഒരു നൃത്താധ്യാപകനല്ലേ മുറി കൊണ്ടുപോയി ക്രൂരമായി തല്ലിച്ചതച്ചത്, അല്ല കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ അന്വേഷണം എവിടം വരെ? അപ്പം ഇവരിത് കണ്ടാൽ പഠിക്കില്ല. അന്ന് മുഴുവൻ തിരുവനന്തപുരത്ത് പുതിയതായി KSU ജയിച്ച കോളേജിലെ യൂണിയൻ ഭാരവാഹികളെയും KSU പ്രവർത്തകരെയും തല്ലിച്ചതയ്ക്കുകയായിരുന്നു. SFIക്കാർ തമ്മിലും പ്രശ്നമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്. ഈ ക്രിമിനലുകളെ മുഴുവൻ അഴിച്ചുവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹമാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അക്രമം തുടരണം, ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്ന തെറ്റിന് കൊട പിടിച്ചു കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അന്തിമമായ ഉത്തരം ഞങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ പറയിക്കും. ഇത് ബോധപൂർവമായ വീഴ്ചയാണ്. എന്താണ് അന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങൾ? വലിയ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറല്ലേ? ഇതിനു മുമ്പ് എത്രയോ കേസുകളാണ് CBI അന്വേഷണത്തിന് വിട്ടിരിക്കുന്നത്. ഇത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുകയാണ്. ഇന്ന് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലുണ്ടായ സംഭവം കൂടി നോക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വലിയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അല്ല, അതിൻ്റെ പുറകിൽ ഇടപെടലുകളുണ്ട്. അത് ഗവൺമെൻറ്റല്ലേ അത് വ്യക്തമാക്കേണ്ടത്. എങ്ങനെ ഒരു വൈസ് ചാൻസലർ ഇത് ചെയ്യും? ഇതുപോലത്തെ ഇത്രയും സെൻസിറ്റീവായൊരു കേസിൽ ഒരു CBI അന്വേഷിക്കാൻ പോകുന്ന കേസിൽ ഒരു നിയമ സഹായം പോലും തേടാതെ ഒരു വൈസ് ചാൻസലർ എങ്ങനെ ഇത് ചെയ്യും? എന്ത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്? പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രിമിനലുകളെ മുഖ്യമന്ത്രി അഴിച്ചുവിട്ടിരിക്കുകയാണെന്നും ഒത്തുകളിയുണ്ടെന്നും ആരോപിക്കുകയാണ്. CBI എത്തും മുമ്പ് തെളിവ് നശിപ്പിക്കാൻ ശ്രമമെന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു.